മാഷേ, ആരാ? മാഷിന് എന്നെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ട് കയറിയിരുന്നോളൂ. മാഷിനറിയോ, കഴിഞ്ഞ 35 വർഷത്തിന് മുമ്പ് ഒരു മലവെള്ളം വന്നത് ഈ നാട്ടിൽ. പലർക്കും പലതും നഷ്ടപ്പെട്ടൊരു കാലം. മാഷിന് 3 മക്കളും ഭാര്യ നഷ്ടപ്പെട്ട കാലം. ഒരു മകനെ മാത്രമേ മാഷിനെ രക്ഷിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് ബഹളം, ഓടിപ്പാച്ചിലുകളും. അതിനിടയിൽ ഒരു കരച്ചിൽ മാത്രം മാഷ് കേട്ടു. മാഷിന് ഓർക്കുണ്ടോ അന്നാ ദിവസം? അന്ന് ആ മലവെള്ളത്തിൽ ഒളിച്ചു വന്നൊരു കുട്ടിയില്ലായിരുന്നു, ഒരു കൈക്കുഞ്ഞ്. ആ കുഞ്ഞിനെ മാഷെടുത്തു. മാഷ് ആ കുഞ്ഞിനെയും പിടിച്ച് ആ കുഞ്ഞിൻ്റെ ഉറ്റവരെ തേടി ഒരുപാട് അലഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മാഷിനെ ആരെയും കണ്ടെത്താൻ പറ്റില്ല. മാഷ് ആ കുട്ടിനെ ഏറ്റെടുത്തു, മാഷിൻ്റെ സ്വന്തം മോനായിട്ട്. അങ്ങനെ മാഷിന് 2 മക്കളുണ്ടായിരുന്നു. മാഷിൻ്റെ മാധവനാണ് ഞാൻ. അന്ന് ആ നശിച്ച രാത്രി എന്നെ ഉള്ളത് കയ്യിൽ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും കീറിപ്പോയിക്കുമെന്ന് പറഞ്ഞില്ലേ? രാത്രി ആ മാധവനാ മാഷ ഞാൻ. മാഷിന്റെ സ്വന്തം മാധവൻ. മാധവനോ? എൻ്റെ മാധവനാ? 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് SSLC പരീക്ഷയുടെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം അന്ന് ആ സംഭവം ഉണ്ടായത്. അവളുടെ മുഖം ഇപ്പോഴും എനിക്ക് പോണില്ല. ഞാനല്ല മാഷേ, ഞാനല്ല. ഇപ്പോഴും ഞാൻ പറയും, എന്താ നടന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ മാഷെന്നെ രക്ഷിച്ചിട്ടുള്ളൂ. പിന്നെ ചെന്ന് കയറിയത് ബോംബെ സിറ്റിയിലാണ്, നമ്മളിപ്പോൾ പറയുന്ന മുംബൈയിൽ. അവിടെ കുറേ ജോലി ചെയ്തു, കുറേ പണിയെടുത്തു. പിന്നെ ഭക്ഷണം കിട്ടാതെ തളർന്നു കിടക്കുന്ന സമയത്ത് ആരോ ഒരാൾ എടുത്ത് എന്നെ ഓർഫനേജിൽ ചേർത്തു. പിന്നെയുള്ള വർഷങ്ങളൊക്കെ അവിടെ ആയിരുന്നു. അവരെന്നെ പഠിപ്പിച്ചു, വലിയ വിദ്യാഭ്യാസം തന്നു. ഇപ്പൊ ഒരു ജോലിയുണ്ട്. ആരോടും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ജോലി. എന്തെങ്കിലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു, മാഷ്, വിഷ്ണു ഒക്കെ ഇവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ മാഷിനെയും വിഷ്ണുവിനെയും കാണാൻ തിരിച്ചു വന്നതാ ഈ മാധവൻ. മാഷിന് സുഖല്ലേ? നിനക്കറിയോ, നീ ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടെ എന്തൊക്കെ നടന്നതെന്ന്? നീ അറിയണം, നീ അതറിയണം. നിനക്കറിയോ, നീ ഇവിടുന്ന് പോയ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഉറക്കത്തിൽ ഞെട്ടി ഞെട്ടി ഉണരുക. ഒടുവിലവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എന്നോട് അച്ഛൻ ക്ഷമിക്കണം, ക്ഷമിക്കണം. എന്താ പറ്റി എൻ്റെ കുട്ടിക്ക്? നാട്ടുകാരും പോലീസുകാരും വിശ്വസിക്കുന്നതേ നീ കാരണമെന്നാ. നിങ്ങൾ ഒരുമിച്ച് കുളിക്കാൻ പോണ ആ കുളം ഉണ്ടല്ലോ, ആ കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ ഇവൾക്ക് നീന്താൻ അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവനൊന്ന് വെറുതെ തട്ടിയതാ. നാട്ടുകാർ ഓടിക്കൂടി പോണത് കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചതാ എന്താണെന്ന്. അപ്പോഴാണ് അറിയുന്നത്, നമ്മളെ നാട്ടുകുളത്തിൽ ഒരു പെൺകുട്ടിയുടെ ശവം പൊങ്ങിയിട്ടുണ്ട്. നമ്മളെ കൈമൾ മാഷിൻ്റെ മകള് ലക്ഷ്മിക്കുട്ടില്ലേ, അവൾ കുളത്തിൽ
മരവിച്ച് കിടക്കണ ആ കാഴ്ച കണ്ട് എനിക്ക് താങ്ങാൻ കഴിയില്ല. നിനക്കറിയോ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലുള്ള ആ രാത്രിക്ക് രാത്രി നിന്നെ ഞാൻ ഇവിടുന്ന് നാട് കടത്തിയത്. ഒരു മകൻ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി അവനെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഒരു അച്ഛൻ്റെ സ്വാർത്ഥതയാണ് ഞാൻ അവനെ രക്ഷിച്ചു. മാഷിന് കരയണ്ട. വിഷ്ണു എവിടെ? എനിക്ക് വിഷ്ണുവിനെ കാണണം. അവനെയും മാഷിനെയും കാണാൻ വേണ്ടിയാണ് ഞാൻ ആ ബോംബെയിൽ നിന്ന് ഇത്രയും ദൂരം വന്നത് ഈ നാട്ടിലേക്ക്. എനിക്കവനെ കാണണം. നിനക്കറിയോ, അവിടുന്ന് 7-ാം ദിവസം ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവനെ ഈ വീട്ടിൽ കെട്ടിത്തൂങ്ങി പോയി. കുട്ടി എല്ലാം നഷ്ടപ്പെട്ടട. നീ ഇനി തിരിച്ചു പോണുണ്ടോ? മാഷേ, തിരിച്ചു പോകാനല്ല ഈ മാധവൻ നാട്ടിൽ വന്നത്. ഇനി മാഷിൻ്റെ കൂടെ ഇനിയുള്ള കാലം ഞാൻ ഉണ്ടാവും. ഞാൻ അച്ഛനായിട്ടാണ് കണ്ടത്, മാഷായിട്ടല്ല. എൻ്റെ അച്ഛൻ തന്നെയാണ് നിങ്ങൾ. ഇനിയുള്ള കാലം എനിക്ക് വേണം നിങ്ങൾ. ഒരു മലവെള്ളത്തിൽ മാധവന് സ്വന്തം ഉറ്റവരെ നഷ്ടപ്പെട്ടു. എന്നാൽ മാധവനെ കാത്തിരുന്നത് സ്നേഹനിധിയായ രാമൻ മാഷായിരുന്നു. കാലം വീണ്ടും അവനെ അനാഥനാക്കി. വർഷങ്ങൾക്ക് ശേഷം വിധിയെ തോൽപ്പിച്ച് രാമൻ മാഷും മാധവനും കണ്ടുമുട്ടി. ഇനി അവരുടെ വിശേഷങ്ങൾ.